ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2023 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ രാഷ്ട്രീയ നേതാവും CPI സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന വ്യക്തി ആരാണ്? കാനം രാജേന്ദ്രൻ. 2023 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ രാഷ്ട്രീയ നേതാവും CPI സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന വ്യക്തിയാണ് കാനം രാജേന്ദ്രൻ. ട്രഷറിയിൽ പണമില്ലാതെ വരുമ്പോൾ റിസർവ് ബാങ്ക് നിത്യനിദാന ചെലവിനായി നൽകുന്ന താൽക്കാലിക വായ്പയുടെ പേരെന്താണ്? വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ്. ട്രഷറിയിൽ പണമില്ലാതെ വരുമ്പോൾ റിസർവ് ബാങ്ക് നിത്യനിദാന ചെലവിനായി നൽകുന്ന താൽക്കാലിക വായ്പയുടെ പേരാണ് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ്. 1670 കോടി രൂപയാണ് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസായി ലഭിക്കുന്ന പരമാവധി തുക. ഈ പരിധി കഴിഞ്ഞ് കൂടുതൽ തുക വായ്പ എടുക്കുമ്പോഴാണ് ഒരു സംസ്ഥാനം ഓവർ ഡ്രാഫ്റ്റിൽ ആകുന്നത്. കേരളം നിലവിൽ ഓവർ ഡ്രാഫ്റ്റിലാണ്. കുടുംബശ്രീ മിഷൻ കണ്ണൂർ ജില്ലയിൽ നടത്തിയ ബഡ്സ് സ്കൂൾ കലോത്സവത്തിന്റെ പേരെന്താണ്? താലോലം. താലോലം എന്ന പേരിലാണ് കുടുംബശ്രീ മിഷൻ കണ്ണൂർ ജില്ലയിൽ ബഡ്സ് സ്കൂൾ കലോത്സവം നടത്തിയത്. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവ ഉദ്ഘാടന ചടങ്ങിൽ മലയാളത്തിൽ സംസാരിച്ച പോർച്ചുഗീസ് സംവിധായിക ആരാണ്? റീറ്റ അസവേദോ ഗോമസ്. റീറ്റ അസവേദോ ഗോമസ് എന്ന പോർച്ചുഗീസ് സംവിധായികയാണ് 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവ ഉദ്ഘാടന ചടങ്ങിൽ മലയാളത്തിൽ സംസാരിച്ചത്. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? വനൂരി കഹ്യു. വനൂരി കഹ്യു എന്ന വ്യക്തിയാണ് 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത്. കനേഡിയൻ സംവിധായികയാണ് വനൂരി കഹ്യു. കനേഡിയൻ സംവിധായികയായ വനൂരി കഹ്യു ആണ് 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത്. പാർലമെന്റിൽ ചോദ്യമുന്നയിക്കാൻ പണം കൈപ്പറ്റിയെന്ന പരാതിയെ തുടർന്ന് ലോക്സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട MP ആരാണ്? മഹുവ മൊയ്ത്ര. ലോക്സഭ MP-യായ മഹുവ മൊയ്ത്രയാണ് പാർലമെന്റിൽ ചോദ്യമുന്നയിക്കാൻ പണം കൈപ്പറ്റിയെന്ന പരാതിയെ തുടർന്ന് ലോക്സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട MP. തൃണമൂൽ കോൺഗ്രസിന്റെ MP-യാണ് മഹുവ മൊയ്ത്ര. ഈ പരാതി അന്വേഷിച്ച പാർലമെന്റ് എത്തിക്സ് കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്നാണ് മഹുവ മൊയ്ത്രയെ ലോക്സഭയിൽ നിന്നും പുറത്താക്കിയത്. 2023 മാർച്ചിൽ നിയമസഭ പാസാക്കിയ ഏത് ബില്ലാണ് 2023 ഡിസംബറിൽ ഗവർണർ ഒപ്പിട്ട് നിയമമായത്? സംസ്ഥാന പൊതുജനാരോഗ്യ നിയമം. 2023 മാർച്ചിൽ നിയമസഭ പാസാക്കിയ സംസ്ഥാന പൊതുജനാരോഗ്യ ബില്ലാണ് 2023 ഡിസംബറിൽ ഗവർണർ ഒപ്പിട്ട് നിയമമായത്. പകർച്ചവ്യാധി പ്രതിരോധമടക്കം പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതാണ് ഈ നിയമം. രാജ്യത്താദ്യമായി പൂർണ്ണമായും സ്ത്രീലിംഗ പദങ്ങൾ മാത്രം ഉപയോഗിച്ച് എഴുതിയ ആദ്യത്തെ നിയമമാണ് കേരള പൊതുജനാരോഗ്യ നിയമം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുപ്രകാരം 2022 പെട്ടെന്നുണ്ടാകുന്ന മരണം ഏറ്റവും കൂടുതൽ നടന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുപ്രകാരം 2022 പെട്ടെന്നുണ്ടാകുന്ന മരണം ഏറ്റവും കൂടുതൽ നടന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. കേരളവും കർണാടകയുമാണ് 2, 3 സ്ഥാനങ്ങളിൽ. മിസോറാമിന്റെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ വ്യക്തി ആരാണ്? ലാൽ ഡുഹോമ. ലാൽ ഡുഹോമയാണ് മിസോറാമിന്റെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ വ്യക്തി. സോറം പീപ്പിൾസ് മൂവ്മെന്റ് ZPM പാർട്ടിയുടെ നേതാവാണ് ലാൽ ഡുഹോമ. മിസോറാമിന്റെ ഗവർണർ ഹരിബാബു കമ്പംപാട്ടിയാണ്.
തമിഴ്നാട്ടിലെ ഹൊസൂരിൽ ഐഫോൺ നിർമ്മാണ ഫാക്ടറി തുടങ്ങുന്ന ഇന്ത്യൻ കമ്പനി ഏതാണ്? ടാറ്റ ഗ്രൂപ്പ്. ഇന്ത്യൻ കമ്പനിയായ ടാറ്റ ഗ്രൂപ്പാണ് തമിഴ്നാട്ടിലെ ഹൊസൂരിൽ ഐഫോൺ നിർമ്മാണ ഫാക്ടറി തുടങ്ങുന്നത്. കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷന്റെ 2023 കർമ്മശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? രാജീവ് ഗുലാട്ടി. രാജീവ് ഗുലാട്ടിക്കാണ് കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷന്റെ 2023 കർമ്മശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത്. MDH ഗ്രൂപ്പ് ചെയർമാനാണ് രാജീവ് ഗുലാട്ടി. ഇദ്ദേഹത്തിന്റെ സ്കൂളുകളിൽ 5000-ലേറെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസവും ആശുപത്രിയിൽ ജനങ്ങൾക്ക് സൗജന്യ ചികിത്സയും നൽകുന്നുണ്ട്. ബ്രസീൽ കോടതി 2023 ഡിസംബറിൽ പുറത്താക്കിയ ബ്രസീൽ ഫുട്ബോൾ കോൺഫെഡറേഷൻ പ്രസിഡന്റ് ആരാണ്? എഡ്നാൾഡോ റോഡ്രിഗസ്. ബ്രസീൽ ഫുട്ബോൾ കോൺഫെഡറേഷൻ പ്രസിഡന്റായ എഡ്നാൾഡോ റോഡ്രിഗസിനെയാണ് ബ്രസീൽ കോടതി 2023 ഡിസംബറിൽ പുറത്താക്കിയത്. ബ്രസീൽ ഫുട്ബോൾ കോൺഫെഡറേഷൻ പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വംശജനാണ് എഡ്നാൾഡോ റോഡ്രിഗസ്. സ്പെയിനിൽ നടന്ന 4ാമത് യെല്ലോ ബ്രിഗേഡ് അന്താരാഷ്ട്ര ഓപ്പൺ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ മലയാളി ആരാണ്? SL നാരായണൻ. മലയാളിയായ SL നാരായണനാണ് സ്പെയിനിൽ നടന്ന 4ാമത് യെല്ലോ ബ്രിഗേഡ് അന്താരാഷ്ട്ര ഓപ്പൺ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത്. 111 വർഷത്തെ ചരിത്രത്തിലാദ്യമായി ബ്രസീലിന്റെ സീരീസ് എ ഫുട്ബോളിൽ നിന്നും തരംതാഴ്ത്തപ്പെട്ട ബ്രസീലിയൻ ക്ലബ്ബ് ഏതാണ്? സാന്റോസ്. ബ്രസീലിയൻ ക്ലബ്ബായ സാന്റോസ് ആണ് 111 വർഷത്തെ ചരിത്രത്തിലാദ്യമായി ബ്രസീലിന്റെ സീരീസ് എ ഫുട്ബോളിൽ നിന്നും തരംതാഴ്ത്തപ്പെട്ട ബ്രസീലിയൻ ക്ലബ്ബ്. പെലെ, നെയ്മർ എന്നീ പ്രശസ്തർ കളിച്ച ക്ലബ്ബാണ് സാന്റോസ് ക്ലബ്ബ്. പലസ്തീൻ യുവാക്കളെ ഏറെ സ്വാധീനിച്ച ഏത് പ്രശസ്ത പാലസ്തീൻ കവിയാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്? റഫാദ് അൽ അരിയർ. പ്രശസ്ത പാലസ്തീൻ യുവാക്കളെ ഏറെ സ്വാധീനിച്ച പ്രശസ്ത പാലസ്തീൻ കവിയായ റഫാദ് അൽ അരിയർ ആണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഗാസയിലെ എഴുത്തുകാർക്ക് അവരുടെ അനുഭവങ്ങൾ ഇംഗ്ലീഷിൽ എഴുതുവാൻ സഹായിക്കുന്ന വി ആർ നോട്ട് നമ്പേഴ്സ് എന്ന പദ്ധതിയുടെ സ്ഥാപകരിൽ ഒരാളാണ് റഫാദ് അൽ അരിയർ. റഫാദ് അൽ അരിയർ നവംബറിൽ പ്രസിദ്ധീകരിച്ച കവിതയുടെ പേരാണ് ഇഫ് ഐ മസ്റ്റ് ഡൈ. മലയാളി മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റ് നടക്കുന്നത് എവിടെ വെച്ചാണ്? തലശ്ശേരിയിൽ വെച്ച്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ വെച്ചാണ് മലയാളി മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റ് നടക്കുന്നത്. ആദ്യകാല സ്പോർട്സ് അത്ലറ്റുകളുടെ കൂട്ടായ്മയാണ് മലയാളി മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷൻ. 30 മുതൽ 85 വയസ്സുവരെയുള്ളവരെയാണ് ഈ മീറ്റിൽ മത്സരിക്കുന്നത്. കേരള ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന സംസ്ഥാന വനിതാ ഫുട്ബോൾ ലീഗ് 2023 നടക്കുന്നത് എവിടെ വെച്ചാണ്? തൃശ്ശൂർ ജില്ലയിൽ വെച്ച്. തൃശ്ശൂർ ജില്ലയിൽ വെച്ചാണ് കേരള ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന സംസ്ഥാന വനിതാ ഫുട്ബോൾ ലീഗ് 2023 നടക്കുന്നത്. 7 ടീമുകളാണ് ഈ ലീഗിൽ മത്സരിക്കുന്നത്. ഉദ്ഘാടന മത്സരത്തിൽ ഗോകുലം കേരള FC പൂവാർ SBFAയെ നേരിടും. ലീഗിലെ വിജയികൾ ദേശീയ വനിതാ ലീഗിലേക്ക് യോഗ്യത നേടും. സ്പെയിനിലെ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗിനെ നിയന്ത്രിക്കുന്ന ലാലിഗയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഹാവിയർ ടെബാസ്. ഹാവിയർ ടെബാസ് ആണ് സ്പെയിനിലെ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗിനെ നിയന്ത്രിക്കുന്ന ലാലിഗയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. തുടർച്ചയായി 4ാം തവണയാണ് ടെബാസ് ലാലിഗയുടെ പ്രസിഡന്റാകുന്നത്. കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ KCHR
ബീഹാറിന്റെ ഡയറക്ടറായി നിയമിതനായ വ്യക്തി ആരാണ്? പ്രൊഫസർ ദിനേശൻ വടക്കിനിയിൽ. പ്രൊഫസർ ദിനേശൻ വടക്കിനിയിലാണ് കേരള ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ ഡയറക്ടറായി നിയമിതനായ വ്യക്തി. 2022 ജംനാലാൽ ബജാജ് അവാർഡിന് അർഹയായ മലയാളി വനിത ആരാണ്? സുധ വർഗീസ്. മലയാളി വനിതയായ സുധ വർഗീസ് ആണ് 2022 ജംനാലാൽ ബജാജ് അവാർഡിന് അർഹയായ വനിത. ഗാന്ധിയൻ മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള സാമൂഹിക സേവനത്തിനാണ് സുധ വർഗീസിന് ഈ പുരസ്കാരം ലഭിച്ചത്. ബീഹാറിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട മുഷാഹാർ വംശജരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സുധ വർഗീസ് സിസ്റ്റർ സുധ, സൈക്കിൾ ദീദി എന്നും അറിയപ്പെടുന്നുണ്ട്. ഏത് പ്രശസ്ത കേസിന്റെ വിധിയുടെ 50ാമത് വാർഷികത്തിലാണ് സുപ്രീം കോടതി പ്രസ്തുത വിധിയെക്കുറിച്ച് 10 ഭാഷകളിൽ വീഡിയോ ഇറക്കിയത്? കേശവാനന്ദ ഭാരതി കേസ്. പ്രശസ്തമായ കേശവാനന്ദ ഭാരതി കേസ് വിധിയുടെ 50ാമത് വാർഷികത്തിലാണ് സുപ്രീം കോടതി പ്രസ്തുത വിധിയെക്കുറിച്ച് 10 ഭാഷകളിൽ വീഡിയോ ഇറക്കിയത്. കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്ത് നടന്ന കേശവാനന്ദ ഭാരതി കേസിൽ 1973 ഏപ്രിൽ 24-നാണ് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് സാധിക്കില്ലെന്ന ഈ വിധി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനാ സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.